നാവികസേന ദിനത്തിനു വേണ്ടി ശംഖുമുഖത്ത് നിർമ്മിച്ച കൃത്രിമ തീരം നീട്ടുന്നു. ഡയഫ്രം മതിൽ മുതൽ ശംഖുമുഖത്തെ കൊട്ടാരത്തിന്റെ വടക്കേയറ്റം വരെയുള്ള 370 മീറ്റർ ദൂരത്തിലുള്ള തീരമാണ് നീട്ടുന്നത്. ശക്തിയേറിയ വേലിയേറ്റത്തെ ചെറുക്കും വിധത്തിലുള്ള കരിങ്കൽ മറയുണ്ടാക്കിയാണ് കൃത്രിമമായി തീരം പുനഃസൃഷ്ടിക്കുന്നത്. 14 കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസവും തിരയുടെ തള്ളിക്കയറ്റവും കാരണം പലപ്പോഴും തീരത്തെ മണ്ണ് പാടെ കടലെടുത്തിരുന്നു. ഇത് കാരണം നൂറ്റാണ്ടുകളായി ശംഖുമുഖത്തുള്ള പഴയ കോഫി ഹൗസ് കെട്ടിടം, ആറാട്ട് മണ്ഡപം, ശംഖുമുഖം കൊട്ടാരം അടക്കമുള്ള പൈതൃക നിർമ്മിതികൾക്കും അനുബന്ധ നിർമ്മിതികൾക്കും തകർച്ചാ ഭീഷണിയുണ്ടായിരുന്നു. ജിയോ ബാഗുകളിൽ മണൽ നിറച്ച് അടുക്കി പ്രതിരോധം തീർത്തായിരുന്നു തീരത്തിന് താൽക്കാലിക സംരക്ഷണം ഒരുക്കിയത്. എന്നാൽ സ്ഥിരം സംവിധാനത്തിലൂടെ തീരത്തെ സംരക്ഷിക്കുന്നതിനാണ് പുതിയ പദ്ധതി. മേജർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. നാവികസേന ദിനത്തിന് ശംഖുമുഖം വേദിയായി തിരഞ്ഞെടുത്തതും പദ്ധതിക്ക് വേഗം കൂട്ടി. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി എത്തുന്നതിനെ തുടർന്ന് അതീവ സുരക്ഷയും വേണമായിരുന്നു. ഇതേ തുടർന്ന് ശംഖുമുഖത്തെ തകർന്നുപോയ തീരം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് അതിവേഗം തീരം നിർമ്മിച്ചു തരണമെന്ന് നാവികസേനയും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സേനയുടെ ആവശ്യപ്രകാരമുള്ള 180 മീറ്റർ ദൂരത്തിലുള്ള തീരം കൃത്രിമമായി ആദ്യം നിർമ്മിച്ചു നൽകി. ഇത് വിജയം കണ്ടിരുന്നു. വിനോദസഞ്ചാരികൾക്ക് ഇരിപ്പിടവും വള്ളമിറക്കാൻ റാമ്പും നിർമ്മിക്കും. ഫെബ്രുവരി അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് മേജർ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡിസംബർ 3-ന് പരിപാടി അവസാനിച്ചുവെങ്കിലും സാങ്കേതിക സംവിധാനങ്ങൾ നീക്കം ചെയ്യേണ്ടതിനാൽ ഈ മാസം 20-ന് മുൻപ് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി നാവികസേന അധികൃതർ ചർച്ച ചെയ്ത് സർക്കാരിന് തീരം കൈമാറും.